നമുക്കിന്ന് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാം. ദൈവമെന്നത് മതങ്ങൾക്ക് അതീതമായ ഒരു പ്രപഞ്ച സത്യമാണ്. ദൈവം ഒന്നേയുള്ളൂ. ദൈവം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. The existence of God is self-evident. ദൈവത്തിൻ്റെ സാക്ഷ്യം പ്രത്യക്ഷത്താൽ തന്നെ ഈ പ്രകൃതിയിലും ജീവജാലങ്ങളിലും നമ്മിലും നിറഞ്ഞു നിൽക്കുന്നു. ഈ ബ്രഹ്മാണ്ടത്തിൽ എല്ലാവർക്കും ഏത് മതത്തിലും ഒരു ദൈവം തന്നെയേ ഉള്ളൂ. ദൈവം ഒന്നേയുള്ളൂ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഓരോ പരമാണുക്കളിലും കാണാനായി സാധിക്കും. നമ്മിലും ദൈവത്തിൻ്റെ പ്രകാശം തെളിഞ്ഞു നിൽക്കുന്നു. നമ്മുടെ ജീവചൈതന്യം, ജീവാത്മാവ് ദൈവത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്കറിയാം. ദൈവം ഉന്നതാത്മാവിൽ കൂടി നമ്മുടെ ജീവാത്മാവിലേക്ക് പകർന്നു തന്ന പ്രകാശം. ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നാം സ്വന്തം മതത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നു. വിശ്വാസം കൂടുതൽ ശക്തമാകുന്നു. എല്ലാ ബുദ്ധന്മാരും ബോധിസത്വന്മാരും അവതാരങ്ങളും പ്രവാചകരും എല്ലാം ഒരേ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുമാണ് വരുന്നത്. എല്ലാ ബുദ്ധന്മാരും ബോധിസത്വന്മാരും ഗുരുക്കന്മാരും അവതാരങ്ങളും പ്രവാചകന്മാരും എല്ലാം ഒരേ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുമാണ് പ്രത്യക്ഷമാകുന്നത്. എല്ലാ മതങ്ങളിലുമുള്ള സത്യത്തിൻ്റെ ഉറവിടം ഒന്ന് തന്നെയാണ്. മതങ്ങൾക്ക് അതീതമായ സത്യം, ദൈവം ഒന്നേയുള്ളൂ. ദൈവം എല്ലായിടത്തും സന്നിഹിതമാണ്. ദൈവത്തിൻ്റെ അസ്തിത്വം സ്വയം പ്രകടമാണ്. ഏതു കാര്യങ്ങളിലും അതിൻ്റെ ആഴത്തിലുള്ള അന്വേഷണത്തിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താനാവുന്നു. ഹിന്ദു പെർസ്പെക്റ്റീവിലെ ഹിന്ദു മതവിശ്വാസ പ്രകാരം 3 തത്വത്തെ പ്രതിനിധീകരിക്കുന്നു ദൈവം. ഒന്ന് ബ്രഹ്മ, മറ്റൊന്ന് വിഷ്ണു, മറ്റൊന്ന് മഹേശ്വര, ത്രിമൂർത്തികൾ. ഇതിൻ്റെ ആന്തരികമായ തത്വം എന്താണ്? ബ്രഹ്മ ഈ പ്രകൃതിയിലെ ജന്മങ്ങളെടുക്കുന്ന ഓരോ ജീവജാലങ്ങളുടെയും ജന്മത്തെ സഹായിക്കുന്ന തത്വമാണ് ബ്രഹ്മ. അതിൻ്റെ പവർ ഓഫ് ലെയറാണ് ഈ പ്രകൃതിയിലെ, ഈ ഭൂമിയിലെ ബ്രഹ്മാവ്. ഭൂമിയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്ലാനറ്ററി ലോഗോസിൻ്റെ അധിപനായിട്ടുള്ള ബ്രഹ്മം. അതുപോലെ തന്നെ ഈ പ്ലാനറ്ററി ലോഗോസിൻ്റെ ഈ നമ്മെ കൺട്രോൾ ചെയ്ത് നമ്മളെ സംരക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന മറ്റൊരു ശക്തിയാണ് വിഷ്ണു. പ്രിസർവർ, സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, നിലനിർത്തുന്നു. മറ്റൊന്ന് മഹേശ്വരൻ. മഹേശ്വരൻ എന്നാൽ ഈ ഗാലക്റ്റിക് ലോഗോയിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിസ്ട്രക്ഷൻ, ചീത്തകളെ ഉന്മൂലനാശം ചെയ്ത് നന്മകളെ സ്വാംശീകരിച്ചെടുത്ത് ഭൂമിയെ ജീവിക്കാൻ ഉതകുന്ന തരത്തിൽ തയ്യാറാക്കി ബാലൻസ് ചെയ്ത് നിർത്തുന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പം ഇതാണ്. പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ ഉൽപ്പത്തിക്ക് സഹായിക്കുന്നു, അതിനെ നിലനിർത്താൻ സഹായിക്കുന്നു. ചീത്തകളായിട്ടുള്ളതിനെ ഉന്മൂലനാശം ചെയ്ത് നന്മകളുടെ എനർജി ന്യൂട്രലാണ്. അത് ചീത്തയായിട്ടുണ്ടെങ്കിൽ അതിനെ
നമുക്ക് നശിപ്പിക്കാൻ സാധിക്കില്ല, മറിച്ച് അതിനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് വേറൊരു ഫോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനേ സാധിക്കുള്ളൂ. അത് ചെയ്യുന്നതാണ് മഹേശ്വര ഊർജ തലം. ഇതെല്ലാം പ്രകൃതിയുടെ ഈ പ്ലാനറ്ററി ലോഗോസിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇങ്ങനെ പല മതപാരമ്പര്യങ്ങളിലും വ്യത്യസ്തമായ രീതികളിൽ വളരെ ശാസ്ത്രീയമായി തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാക്കാനായിട്ട്, ആഴത്തിലുള്ള അറിവുണ്ടാകാനായിട്ട് നമുക്ക് ഈശ്വരനെ ധ്യാനിക്കേണ്ടതുണ്ട്. യോഗിക് സാധനകൾ ചെയ്ത് പരിശീലിക്കാൻ തുടങ്ങുമ്പോൾ, ധ്യാന പരിശീലനങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ ദൈവികമായ സാന്നിധ്യം, ദൈവികമായ അവസ്ഥയുടെ ആന്തരികമായ തത്വം, അർത്ഥം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. മഹാത്മാ ചോവാക്കോക്സിയുടെ സ്റ്റുഡൻ്റാണ് മാ ഷാർലറ്റിൻ്റെയും. ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റിന് വേണ്ടി ഹീലിംഗ് കോഴ്സുകൾ, പ്രോസ്പെരിറ്റി ടെക്നിക്സ് യൂസിങ് വിത്ത് നേച്ചർ പവേഴ്സ് ആൻഡ് യോഗിക് സാധനാസ്, ദ പാത്ത് ടു അർഹത്ഷിപ്പ്, like that. Thank you. This is Ranjit from Thrissur. Namaste.